മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 തിമോത്തി 2:15 ഫസ്റ്റ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ 2:15 എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. പാൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വിധവയായ ഒരു സ്ത്രീയാണ് ഹാര. അവൾക്കൊരു കുഞ്ഞും രോഗിയായ അമ്മയും മാത്രമേ ഉള്ളൂ. എന്നും പാൽപാത്രവുമായി അവൾ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ കൂടെ പുറത്തേക്ക് പോകും. രാത്രി ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തിരികെ വരികയും ചെയ്യും. ഇതായിരുന്നു പതിവ്. ഒരിക്കൽ പതിവ് പോലെ പാൽ കച്ചവടത്തിനു ശേഷം തിരികെ വരുമ്പോൾ അകലെ വെച്ച് നാഴികമണി അടിക്കുന്നത് അവൾ കേട്ടു. ഹാരയുടെ നെഞ്ചിൽ ഇടിമുഴങ്ങി. കോട്ടവാതിൽ അടയ്ക്കുന്നതിനുള്ള സിഗ്നലാണ്. അവൾ കുതിച്ചോടിയെങ്കിലും കോട്ടവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനു മുന്നിൽ നിന്ന് അവൾ കുറെ അധികം കരഞ്ഞു. വിശന്ന് കരയുന്ന കുഞ്ഞിനെ കുറിച്ചോർത്തപ്പോൾ അവൾ പരിഭ്രാന്തിയായി. ചാടി എണീറ്റ് അവൾ കോട്ട വലം വയ്ക്കാൻ തുടങ്ങി. വളരെ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന മതിൽ ചാടാൻ അവൾ നിശ്ചയിച്ചു. കുടം ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു വെച്ച് മതിലിൽ അള്ളിപ്പിടിച്ചു. ഹാര കയറി തുടങ്ങി. കൈ ഇടയ്ക്കിടെ വഴുകുകയും കാൽമുട്ടുകൾ പൊട്ടിച്ചോര പൊടിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ വിജയകരമായി അവൾ മതിലിന് മുകളിൽ കയറി. കാൽ വഴുതാതെ വളരെ സാവധാനം സുരക്ഷിതയായി അവൾ മതിലിറങ്ങി. തോട്ടത്തിലൂടെ ഓടി ഹാര വീട്ടിലെത്തി. കുഞ്ഞിനെ കണ്ടപ്പോൾ മാത്രമാണ് അവൾക്ക് ആശ്വാസമായത്. അടുത്ത ദിവസം പതിവ് പോലെ പാൽ വിൽക്കുവാൻ കോട്ടയുടെ കവാടത്തിലെത്തിയപ്പോൾ ദ്വാരപാലകന്മാർ അവളെ കണ്ടു. ഇന്നലെ നീ പാൽ കച്ചവടം നടത്തിയിട്ട് മടങ്ങി വന്നില്ലല്ലോ, പിന്നെങ്ങനെ ഇതിനുള്ളിൽ കയറി? അവൾ സത്യം വെളിപ്പെടുത്തി. ദ്വാരപാലകന്മാരുടൻ അവളെ ശിവജി മഹാരാജാവിന്റെ മുന്നിലെത്തിച്ചു. കേവലം ഒരു പെണ്ണ് മതിൽ ചാടുകയോ? ദൈവം വിശ്വസിച്ചില്ല. മാത്രമല്ല, ഇവൾ ചാരന്മാരെ കോട്ടയ്ക്കുള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം സംശയിച്ചു. ശരി, തലേ ദിവസത്തെ പോലെ നീ മതിൽ ചാടി കാണിക്കുക, ഇല്ലെങ്കിൽ നിന്റെ ശിരസ് ഞാൻ അറുക്കും. ശിവജിയുടെ കൽപ്പന കേട്ട് അവൾ നടുങ്ങി. ഹാരമതിലിന് ചുവട്ടിലേക്ക് ആനയിക്കപ്പെട്ടു. ചുട്ടുപൊള്ളുന്ന വെയിൽ. കോട്ടയുടെ ഉയരം കണ്ടപ്പോൾ അവൾ വിയർത്തു. ഈ മതിലാണ് താൻ ഇന്നലെ ചാടിയതെന്ന് അവൾ ശങ്കിച്ചു. ചുറ്റും രാജഭടന്മാരും ജനങ്ങളും. അവൾ മതിൽ അള്ളിപ്പിടിച്ചു മുകളിലേക്ക് കയറാൻ നോക്കി. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും മതിലിന്റെ ഒരു ചെറിയ ഭാഗം പോലും കയറാൻ അവൾക്ക് സാധിച്ചു. ഹാര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവജിയോട് പറഞ്ഞു, അടിയനോട് പൊറുക്കണം തിരുമേനി. ഇന്നലെ വിശന്ന് കരയുന്ന എന്റെ കുഞ്ഞും രോഗിയായ അമ്മയും മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ മതിൽ ചാടാൻ കഴിഞ്ഞത്. ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന പാൽപാത്രം കോട്ടയുടെ തെക്കുവശത്തെ കുറ്റിക്കാട്ടിലുണ്ട്. ഭടന്മാരെ വിട്ട് രാജാവ് അത് പരിശോധിച്ചു. അവൾ പറഞ്ഞത് വാസ്തവമാണ് അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രമല്ല, പൊക്കം കുറഞ്ഞ മതിൽ പുതുക്കിപ്പണിയാനും അദ്ദേഹം നിശ്ചയിച്ചു. സഹോദരി, എന്നെ തെറ്റിദ്ധരിച്ചതിന് മാപ്പാക്കണം. ഇതാ ഈ സമ്മാനം സ്വീകരിക്കും. സമാധാനത്തോടെ വയ്ക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് വിലപിടിച്ചു സമ്മാനം നൽകിയാണ് ചക്രവർത്തി അവളെ തിരിച്ചയച്ചു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടുകൂടെ ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.